ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. Let's take Ephesians chapter 3 verse 20. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എന്ന് പറഞ്ഞാൽ നാം ചോദിച്ചു, നാം ആഗ്രഹിച്ചു, അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ദൈവം നമ്മളെ നടത്തിയ വ്യാപരിക്കുന്ന ദൈവശക്തി ഉള്ളതിനാൽ ആമേൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. And in Ephesians 3 verse 20 it says, now to him who is able to exceedingly abundantly above all that we ask or think, according to the power that works in us. So God is telling that God can do something which is exceedingly abundant in whatever we ask for. So ചോദിച്ചു, ആഗ്രഹിച്ചു, അതിലപ്പുറം ദൈവം നടത്തി. അത് ദൈവസന്നിധിയിലും എന്ന് പറഞ്ഞാൽ സഭയിലും ക്രിസ്തയേശുവിൽ ജീവിക്കുന്ന നമ്മളിലും വ്യാപരിക്കുന്ന ഒരു ശക്തിയായി തീരുവാനിടയാകണം. We ask and we pray for certain things, but our God is the one who fills, and He exceedingly He provides to us. So we should be always know that that is the power of God which resides in us. മൂന്ന് രീതിയിലുള്ള വ്യാപരിക്കുന്ന ശക്തികൾ വേദപുസ്തകത്തിലുണ്ട്. And there are three kinds of power which Bible talks about. ഒന്ന് ദൈവത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി. One is the power which comes from God. രണ്ട് സാത്താനിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി. And the second one is the power which comes from Satan. മൂന്ന് വ്യാജത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി. And the third one is the deceit, the power of deceivement. Praise God. അപ്പോൾ മൂന്ന് ശക്തിയുണ്ട്. ഇത് വ്യാപരിക്കുന്ന ശക്തിയാണ്. ഇത് ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട്, സഭയിൽ നിന്നോട്ട്, കുഞ്ഞുങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളിലോട്ട്, സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളിലോട്ട്, സഹോദരന്മാർ ഇങ്ങനെ വ്യാപരിക്കുന്ന മൂന്ന് ശക്തിയുണ്ട്. ദൈവസഭയിൽ നിന്നും വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തി, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തി. So all these power they spread from one person to other person, and all these power, like the power the power of God and the power of Satan and the power of the deceivement, everything spreads. Praise God. ഈ മൂന്ന് ശക്തികളും നമ്മളിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഹ്യൂമണിലാണ്, പ്രത്യേകിച്ച് ദൈവമക്കളിൽ വ്യാപരിക്കുന്ന മൂന്ന് ശക്തിയായത്. And all these power they reside in the people of God. ഒന്ന് നമുക്ക് ചിന്തിക്കാം, ദൈവത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി. The first one is the power which resides, which comes from God. അത് തുടങ്ങുന്നത് മാനസാന്തരത്തിന് ശേഷം കൊലോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊലോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. And it starts from the message of repentance. Praise God. അവിടെ പറയുന്നു, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ. അപ്പോൾ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന വ്യാപരിക്കുന്ന, അല്ലേ, ഞാൻ വിശ്വസിച്ചു, ഇദ്ദേഹം വിദേശിച്ചു, ഇദ്ദേഹം വിശ്വസിച്ചു, ഇദ്ദേഹം വിശ്വസിച്ചു. സോ ഇറ്റ്സ് എ സ്പ്രെഡിങ് ആണ്. ആ വ്യാപരിക്കുന്ന ശക്തി ഉള്ളതുകൊണ്ടാണ് സ്നാനത്തിൽ നിന്ന് തുടങ്ങി വരുന്നത്. Because the power of repentance is a message which it spreads from one person to other person, and that is why this message which is said in Colossians 2, that having been buried with him in baptism, in which you were also raised with him through faith in the powerful working of God who raised him from the dead. ഈ വ്യാപരിക്കുന്ന ശക്തി നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണ്? Now, what are the changes which happen when this power which spreads like anything which comes in our life? കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്കവിടെ വായിക്കുമ്പോൾ Colossians, അവിടെ പറയുന്നു ഈ വ്യാപരിക്കുന്ന ശക്തി. അപ്പം വ്യാപരിക്കുന്ന ശക്തി തുടങ്ങിയത് എവിടുന്ന? സ്നാനം മുതൽ. Praise God. Go ahead. Yeah. So from where did this power started from? It started from the baptism.
അതിനുശേഷം പുതിയ മനുഷ്യനായി മാറുകയാണ്. And from there, the person is transformed to a new person So, altogether. പഴയ മനുഷ്യനെ മുഴുവനുമായിട്ട് ഉരിഞ്ഞു കളഞ്ഞു. And the old person is completely removed from itself. അടുത്ത വാക്യം പറയുന്നത് അറിയാമോ? തന്നെ സൃഷ്ടിച്ചവന്റെ അതുപോലെ തന്നെ സൃഷ്ടിച്ചവനെ പോലെ തന്നെ പരിജ്ഞാനം പ്രാപിച്ച് ഒരു പുതുക്കം പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നുവല്ലോ. And it says that, the person is actually renewed in the knowledge according to the image of him who has created him. അപ്പൊ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒരു പഴയ രീതിയിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. നമുക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല. നമ്മുടെ ഭാഷയില്, നമ്മുടെ വസ്ത്രത്തില്, നമ്മുടെ ഭക്ഷണത്തില്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പില് ഇതിലൊന്നും വ്യത്യാസം വന്നില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. And if there is no transformation in us still in this time, then we should always remember this thing, that we have not got that actual transformation which we should have got from the power of God. അങ്ങനെയുണ്ടെങ്കിൽ വ്യാപരിക്കുന്ന ശക്തി മൂലമല്ല സ്നാനം നടന്നത്, ആരുടെയോ ഒത്താശ മൂലം ഏതോ സാഹചര്യങ്ങളാൽ ഏതോ അന്നേരത്തെ ഒരു ഇമോഷനിൽ എടുത്ത സ്നാനമായതുകൊണ്ടാണ്. If that is the case, then we are not transformed by the power of God, and we have taken the baptism. We would have taken baptism if somebody have impacted us. അപ്പോൾ ഒന്ന് വിചാരിക്കണം, പഴയ സ്വഭാവവും മനുഷ്യനും ഫാഷനും വേഷവും മുഴുവനും മാറ്റി കർത്താവായ ദൈവത്തെ, യേശുവിനെ, ഹല്ലേലൂയ, ഒരു നമ്മുടെ സൃഷ്ടിതാവിനെ, ഹല്ലേലൂയ, ഫോളോവർ ആയിരിക്കാൻ തക്കവണ്ണം പുതിയ സൃഷ്ടിയായി തീരണം. So the first thing which happens is we will completely ignore of we being ourselves, and we will follow Jesus in our lives. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. So we would come to know about such people if we talk to them. അങ്ങനെയുള്ള വ്യക്തിയെ കണ്ടാൽ മനസ്സിലാവും. We can identify a person if we see them. അവനെ എല്ലാ രീതിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇദ്ദേഹം ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. And if we see them and if we talk to them, we will be able to know that he is a person who is chosen by God. Praise God. Hallelujah. രണ്ടാമത്തെ പ്രത്യേകത, What is the second significance? ഒരുവനെ ശുശ്രൂഷയിലേക്ക് വേർതിരിക്കുന്ന ദൈവശക്തി. The second significance or second power is the thing which brings a person to the ministry. മൂന്ന്, ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദൈവത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി. And the third power which spreads is the way how God leads us. Praise God. To love us. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ In Ephesians chapter 4. അതിന്റെ 16, the word 16 നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. എഫേസ്യൻസ് ആ ആ കണ്ടോ? അപ്പൊ അത് ഒരു വ്യാപരിക്കുന്ന ശക്തിയാണ്. ഒരുവനെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് വ്യാപരിച്ച് നമുക്ക് കിട്ടിയ ഒരു പ്രത്യേക ദൈവിക ശക്തി ഉണ്ടെങ്കിലേ ഒരുവനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. And if we want to love someone, it has to come from God. That is the power which actually spreads, the power of God which spreads in us, which allows us to love somebody. നാലാമത്തത് സഹിഷ്ണുതയും ദീർഘക്ഷമയിലും കൂടി നടത്തുന്ന ദൈവശക്തി. And the fourth one is the power which is also known as long suffering. Praise God. സഹിഷ്ണുതയും ദീർഘമായി ക്ഷമിക്കുവാനും. സഹിഷ്ണുതയില്ലാത്ത എത്ര പേരെ നമ്മൾ കാണാറുണ്ട്? എത്ര ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാറുണ്ട്? ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സോ ടെമ്പേർഡ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ കാണുമ്പോൾ ഓർത്തോണം, ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി വന്നിട്ടില്ല എന്ന്. And there are so many people whom we see that they don't have self control, and they lose their temper every now and often. So when we see such kind of person, we should remember and we should know that still that power of God has not come on them. അഞ്ചാമത്തേത് ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. And the fifth power is the power which transforms our life or our ഫിലിപ്പിയ bodies. ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഹല്ലേലൂയ, ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തി. Philippians 3 verse 21, it says about
ഈ താഴ്ചയുള്ള ശരീരത്തെ ദൈവത്തിന്റെ അനുരൂപമായ ശരീരത്തോടാക്കി മാറ്റിയത് ദൈവസഭയിലും ക്രിസ്തുവിലും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതായ ദൈവത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി അനുഭവിക്കാനാണ്. And here we see that the strength which converts our lowly body to be converted to his glorious body, and this strength according to the working by which he is able even to subdue all things by himself. അപ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കാത്തത് കൊണ്ട് പലപ്പോഴും ദൈവസഭയിൽ വന്നിട്ട് ആരാധന വെളിപ്പെടാതിരിക്കുന്നത്. It is because our bodies are not completely transformed. It is difficult for us to praise God when we come to the church. അപ്പോൾ ആ ദൈവത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി ആ വ്യക്തിയിൽ വന്നിട്ടില്ല എന്നതിന് തെളിവ്. That means that the power of God which had to be transformed to that person has not come yet. ആറാമത്തേത് ദൈവത്തിന്റെ വചനത്താൽ വരുന്ന ദൈവശക്തി. And the sixth one is the power of God which comes by the word of God. ഇല്ലേ, ദൈവവചനം പറയാറില്ലേ, ഇങ്ങനെ വചനം അയച്ചു ഞാൻ അവനെ ശക്തിപ്പെടുത്തും, അവനെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തും. അപ്പോൾ അയക്കപ്പെടുന്ന വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനം. And the next one is the power of God which comes from by the word of God. And we have read in the word of God many times that God sent his word to heal a person. God sent his word to deliver a person. And that is why it says that, there is a power which gets transformed or which gets spread by the word of God. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നോക്കിയാൽ മതി, അവിടെ എഴുതിയിട്ടുണ്ട്. Hebrew 1:3. അടുത്തത് ഏഴാമത്തേത് ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തി. And the seventh one is the strength or the power which comes from above. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് പറയുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിന് 49-ാമത്തെ വാക്യം, ഹല്ലേലൂയ, മറ്റു ഭാഗങ്ങളിലും പറയുന്നുണ്ട് ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ശക്തി. In Luke chapter 24 it says about the power which comes from above. യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് ഒരു ശക്തി നിങ്ങളുടെ മേൽ അയക്കാം. And Jesus said to his disciples that you be here, I am going, and when I am going, I am going to send you a power from heaven. ആ ശക്തി ഒരു വ്യക്തിയിലല്ല വന്നിരുന്നത്, കൂടിയിരുന്ന എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കുന്ന ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തി. And that power has not come to one person or individual, but the power came upon everyone. Praise God. Hallelujah. യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം പകരുന്ന സ്വർഗീയ ശക്തി. And in prophet Isaiah says in this way that it is the power which gives strength to a weak person. സക്കറിയാവിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ലഭിക്കുന്ന വ്യാപരിക്കുന്ന ശക്തി. In Zechariah we read it is the power which comes when the Spirit of God comes. Hallelujah. Praise God. ദൈവാത്മാവ് വ്യാപരിക്കുമ്പോൾ ഒരു ശക്തിയുണ്ട്. And there is a power when the Holy Spirit comes. അതുകൊണ്ടാണ് നാം നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ജോലി, നമ്മുടെ പണം, നമ്മുടെ സൗന്ദര്യം, ആരോഗ്യം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തെ തുള്ളിയും ചാടിയും ആരാധിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ശക്തി നിനക്കൊരു രൂപാന്തരം വരുത്തുന്നതാണ്. And the reason why we forget about our dignity, our identity completely, it's because the power which comes in us is from above. It's the power of the Holy Spirit. നാം ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലാണെന്ന്. And we have read many places that there are different ways how Holy Spirit works. എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അല്ലെ ഒരു വ്യക്തി ഇങ്ങനെ തന്നെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ആരാധിക്കുവാൻ ശരീരത്തെ വിട്ടുകൊടുക്കാത്തതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവനിൽ ആത്മാവിന്റെ വ്യാപരിക്കുന്ന ശക്തി ലഭിച്ചിട്ടില്ല. The reason why a person is standing still in the time of worship is because still in this time, the Spirit of God has not completely resided on him. പണ്ടുള്ള കാലങ്ങളിൽ ആത്മാവ് വ്യാപരിച്ച പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി പോയി പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തിയുടെ മുമ്പിൽ ഇരുത്തും പാസ്റ്റർമാര്. And in the olden days, the pastors used to place the people who worship God to a person who do not worship God as he does. Praise God. അത് നിങ്ങൾ എത്ര പേര് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know how many of you have noticed or have learned. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാമോ? ഈ ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ ശക്തി ഈ എറമിൽ നിൽക്കുന്നവരിലേക്ക് ദൈവമായിട്ട് പകർന്നു കൊടുക്കും. What happens in those situations is that a person who is worshiping God would send the power of God from that person to the person who is not worshiping God. Praise God.
നമുക്കറിയാം, ഒരാളെ അനോയിന്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അഭിഷേകം ചെയ്യുമ്പോൾ, ഒരുവനിൽ വ്യാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി കരം വെച്ച് അവന്റെ മേൽ അഭിഷേകം ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി. And there is a power when we use our hands to pray for somebody. There is a power of Holy Spirit which gets spread from that person to the person whom he is praying for. Praise God. അടുത്തത്, ദീനം പിടിച്ചിരിക്കുന്നവനെ ശക്തീകരിക്കുന്ന ദൈവശക്തി. And then there is a power which gives strength to a person who is sick. അത് ഒരു കൂട്ടം ആടുകളെ കുറിച്ച് അവിടെ പറയുന്നത്. It talks about a flock of sheep. എഹെസ്കേലിൽ അത് പറയുന്നത്. എഹെസ്കേൽ 34-ാം അധ്യായത്തിലൂടെ പറയുന്നത്, ദീനം പിടിച്ചതിനെ സൗഖ്യമാക്കുന്നു. And it says that one who are sick, God heals them. ദുഷ്ടൻ ഓടിച്ചു കളഞ്ഞതിനെ അവൻ കൂട്ടിച്ചേർക്കുന്നു. The enemy who has broken others, God brings them back together. ദുഷ്ടൻ ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വിളിക്കുന്നു. And the things what the enemy has broken, God brings it together. Praise God. ദൈവത്തിന്റെ ശക്തിയുടെ പ്രയോജനങ്ങളാണ് അതൊക്കെ. And they are all the implementations of the power of God. 11, സ്വർഗത്തിലെ ദൂതനെ അയച്ച് ഒരു വ്യാപരിക്കുന്ന ശക്തി. The 11th thing is God sends his angel and sends the power of God from the angel of God. Praise God. പലപ്പോഴും നമ്മെ ബലപ്പെടുത്തുന്ന ദൈവശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. We should pray for the strength or the power which helps us to grow in Christ. നമുക്കറിയാം, ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ശലോമോൻ രാജാവായി. We know that Solomon became king when he was 20 years old. അത് ഫസ്റ്റ് 1 രാജാക്കന്മാർ 3 മുതൽ നമുക്ക് വായിക്കാൻ പറ്റുമോ? അവിടെ വായിക്കണ്ട. We can read 1 King chapter 3 verse 3 onwards. And he was only 20 years old when we become a king. And we know that Solomon was 20 years old when he became a king. അതിന്റെ verse 3-ൽ പറയുന്നു, Solomon loved Jesus or loved God. Solomon യഹോവയെ സ്നേഹിച്ചു. And verse 3 it said that Solomon loved God. 4-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ദൈവ മുൻപാകെ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ, ബദ്ധപ്പാട് മനസ്സിലാക്കാതെ, അവൻ മുന്നിലും പുറകിലും ചിന്തിക്കാതെ 1000 ഹോമയാഗം കഴിച്ചു. And we see that Solomon did not see anything which was near to him, and he completely gave himself to worship God. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ചില ത്യാഗങ്ങൾ ചെയ്യുവാൻ തയ്യാറാണ്. And the one who loved God would be ready to do some sacrifices in the ദൈവത്തെ presence of God. സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് നീ ചില യാഗങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്നത്. And it is a proof when you give sacrifices in the presence of God to show that you love God. We are not looking our own comfort. We are concerned others' comfort also. Hallelujah. നമ്മുടെ സന്തോഷം നോക്കാതെ വേറെ മറ്റുള്ളവരുടെ സന്തോഷം കൂടെ നോക്കുന്നതാണ് Hallelujah. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരിൽ നിന്നുണ്ടാകേണ്ടത്. Amen. Hallelujah. A person who loves God would not see about his own happiness but the happiness of others. Praise God. Hallelujah. പല ദൈവസഭകളിലും ഒരാളുടെ അറമ്പിൽ ഒന്നിരിക്കാൻ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ആൾ കുറച്ചും കൂടെ കാലങ്ങ് സ്പ്രെഡ് ചെയ്ത് വെക്കും. കാരണം അപ്പുറത്ത് സീറ്റ് കിടപ്പുണ്ട്, അവിടെ പോയിരിക്കുന്നുള്ള മനോഭാവത്തിൽ. In many churches, we would be seeing that people are not very comfortable of people sitting next to them and talking to them and disturbing their privacy. ചിലർ പറയും, ഓ വേർപ്പുകൊണ്ട് പുള്ളിയുടെ അറമ്പിൽ ഇരിക്കാൻ ശരിയാവില്ല. And some would be complaining about their sweat. Praise God. കാര്യങ്ങളെല്ലാം ശരിയാണ്. Everything is right. വേർത്തോ ബാഡ് സ്മെല്ലായിട്ടോ ഒന്നും വരാൻ നോക്കരുത്. നല്ല സ്മെല്ലോടി വരണം. പക്ഷേ നമ്മുടെ മനോഭാവം സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടെന്ന് മറക്കരുത്. We should always present ourselves good, but we should always remember one thing, that God is the one who watches our mind. ഒരുവനെ കണ്ടാൽ നല്ലതാണെങ്കിൽ we would like to have a friendship with him. And if somebody is looking good, we would always try to make friendship with that person. പണമുണ്ടാളിനെ കണ്ടാൽ is okay, നമുക്കൊന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. And if somebody is rich, we will try to make friendship with them. പക്ഷേ അത്ര ക്ലീൻ ഷർട്ടല്ല, ആളിനെ കണ്ടാലും ആകപ്പാടെ ഇച്ചിരേ ഉള്ളൂ, വലിയ സുഖമൊന്നും കാണുന്നില്ലെങ്കിൽ we try to away from them. If somebody is not looking that good and looking ugly, then we will try to make distance from that person. Praise God. ദൈവവചനം പറയുന്നത്
ശലോമോൻ 1000 യാഗങ്ങൾ കഴിച്ചത് ചുമ്മാ ഒന്നുമല്ല, കോൺട്രാക്റ്റ് കൊടുത്തിട്ടൊന്നുമല്ല, അവൻ്റെ ഓൺ ഡിസയറിൽ അവൻ ചെയ്തതാ അത്. The word of God says that Solomon gave 1,000 offerings in the presence of God, not by coming in impact of somebody saying, but he did it from his own heart. 5-ാം വാക്യം പറയുന്നത്, The 5th verse says, അങ്ങനെ ചെയ്തവന്റെ മധ്യത്തിൽ രാത്രിയിൽ ദൈവം ഇറങ്ങി. and in verse 5 it says that because he did like that, therefore God came to him. ഒന്ന്, നീ ദൈവസന്നിധിയിൽ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവണം. First of all, you should know by yourself that you love God. 2, നിന്റെ സ്നേഹം ദൈവം അംഗീകരിക്കാൻ നീ ചില യാഗങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യണം. And second thing is, if you want God to be satisfied, to be pleased with you, we have to give sacrifices in the presence of God. അങ്ങനെയുള്ളവന്റെ മധ്യത്തിൽ രാത്രിയുടെ യാമങ്ങൾ ഇറങ്ങുന്ന ഒരു കർത്താവാ നാം സേവിക്കുന്ന ദൈവം. And our God is a God who comes in the midst of those people, even in the night, if we pray for some prayer topics. ദൈവം ഇറങ്ങിയപ്പോൾ അവനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 7-ാം വാക്യത്തിൽ, ഞാനൊരു കൊച്ചു ബാലനാ. Amen. Hallelujah. Praise God. And when you know that, when God came and visited Solomon, Solomon is introducing himself, saying that I am a small boy. I am not able to lead these people because they are so crowded and countless. ഞാൻ ഈ ലോകത്തെ ജനങ്ങളെ നയിക്കാൻ പ്രാപ്തനല്ല. ഹല്ലേലൂയ. ഞാനൊരു കൊച്ചു പയ്യനാ, എനിക്ക് ഒത്തിരി ജ്ഞാനമില്ല. I am a small boy. ഒരു കാര്യം മനസ്സിലാക്കണം, വ്യാപരിക്കുന്ന ദൈവശക്തിയുള്ള നീ ദൈവസന്നിധിയിൽ നീ ആരാണെന്ന് വ്യക്തമായി പറയാൻ തയ്യാറാകണം. Amen. Hallelujah. We should always understand one thing, that if we know the power which resides in us, we should be able to say that boldly. ഒരു പക്ഷെങ്കിൽ മനുഷ്യന്റെ മുൻപാകെ നിന്റെ വീക്ക്നെസ് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. It'll be very difficult to tell about our അത് weakness. ചിലപ്പോൾ നിന്റെ ഡിഗ്നിറ്റിക്ക് കാരണമാകും. It'll be a problem for our dignity. പക്ഷെ നിനക്ക് പറയാൻ ഒരുവനുണ്ട്. But there is one person whom we can talk to. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നീ ദൈവസഭയിലും വന്ന് പറയണം. And in Ephesians it says that we should come and tell in the church, സാക്ഷ്യമായിട്ടല്ല കേട്ടോ, not as a testimony. ഒരു എൻകൗണ്ടർ സ്ഥാപിക്കണം. We should have an encounter with God. നിന്റെ ആരാധന സഭയിലേത് ഒരു എൻകൗണ്ടറായി മാറണം. And the worship in the church should become an encounter with Jesus. ഒരു സ്പിരിച്വൽ ബിസിനസ് ആയിട്ട് മാറണം. It should turn to be a spiritual business. ഒരു കൊടുക്ക വാങ്ങലായിട്ട് മാറണം. It should be an opportunity that we give and take from God. 8-ാം വാക്യം ഇവിടെ പറയുമ്പോൾ പറയുന്നു, ഈ ജനം എണ്ണിയാൽ തീരാത്തതുപോലെ ഭയങ്കര ഹ്യൂജ് പീപ്പിൾ ആൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിൾ എന്നാ പറയുന്നത് അവിടെ. And in verse 8 it says that the count of people became so big that they couldn't count the number of people there. 9-ാം വാക്യത്തിൽ ഒത്തിരി ഒന്നും ചോദിച്ചില്ല. And verse 9 he didn't ask much. ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, He asked only for one thing. എനിക്കൊരു വിവേകം തരണം ഇവരെ എങ്ങനെ ലീഡ് ചെയ്യണമെന്നുള്ളത്. And Solomon asked that, God, give me an understanding to govern your people. ഇന്ന് പകൽക്കാലം ദൈവജനം ഓർക്കണമേ, നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യത്തിന് സ്വർഗ്ഗത്തിലെ കർത്താവോട് ഒരു അപ്പ എന്നെ താങ്ങണമേ. And we should tell to our God Almighty on the things what we cannot do. We should tell to our God that, God, please help me out. പ്രാർത്ഥിക്കാൻ അറിയില്ലയോ, നീ അത് തുറന്ന് ദൈവത്തോട് പറ. And if you are not able to pray, let's say that to our God. ദൈവസന്നിധിയിൽ കരയാൻ അറിയില്ലേ, നീ ദൈവത്തോട് തുറന്ന് സങ്കടം പറ. And if you are not able to cry in the presence of God, let us open up and pray to our God. നിന്റെ ഹൃദയത്തിന് വ്യത്യാസം, നിന്റെ ജീവിതത്തിന് വ്യത്യാസം, നിന്റെ കുടുംബത്തിന് വ്യത്യാസം, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരണമെങ്കിൽ ദൈവത്തോട് തുറന്ന് സംസാരിക്കുക. And if we want our lives to be transformed, our behavior to be good in the presence of God, let us open up in the presence of God and say to our God, hallelujah. Praise God. അവൻ പറയുന്നത്, എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തന്നാ മതി. And Solomon is saying that, give me a heart of understanding. എന്താ ജനം നശിച്ചു പോകുന്നതിന് കാരണം അറിയാമോ? What is the reason why the people are perishing? എന്താ കുടുംബങ്ങൾ പൊളിഞ്ഞു പോകുന്നതിന് കാരണം അറിയാമോ? Why the families are perishing? വിവേകമില്ലാത്ത വർത്തമാനം. Because they talk without understanding. വിവേകമില്ലാത്ത പ്രവൃത്തി. Because they work without understanding. വിവേകമില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ. Because they love without understanding. ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ബ്രോക്കന്റെ കാര്യങ്ങൾ. And that is the reason of brokenness in the life of people. എന്നാൽ ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്ത് ദൈവമുൻപാകെ പറ, അപ്പാ എനിക്ക് വിവേകം തരണം. And in this day, how to lead my family, how to worship you, how to lead my children, how to praise you, how to give you, Lord. കർത്താവിന്റെ മുൻപിൽ നമുക്ക് ചോദിക്കാം, ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തെ എങ്ങനെ നയിക്കണം, അതിനു വേണ്ടി വിവേകവും ജ്ഞാനവും നമ്മുടെ ദൈവം നമുക്ക് നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. Praise God. ഹല്ലേലൂയ. 10-ാമത്തെ
വാക്യത്തിൽ വരുമ്പം കർത്താവിന് ഒത്തിരി ഇഷ്ടം തോന്നി. And in the verse 10, God was very happy with നമ്മുടെ Solomon. പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമായി തോന്നണം കേട്ടോ. And our prayer should be pleasing to our God. അപ്പൊ രണ്ട് കാര്യം അവിടെ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തെ സ്നേഹിച്ചത് ദൈവത്തിന് ഇഷ്ടമായിട്ട് തോന്നി. And we see two things here, that if we love God, God would be pleased with that. രണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവത്തിന് ഇഷ്ടമായിട്ട് തോന്നി. And the second thing God liked was when Solomon prayed to God, God liked that. നമ്മൾ എത്ര പേർക്ക് ഒരു കൺഫർമേഷൻ കിട്ടാറുണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം തൃപ്തിപ്പെട്ടെന്ന്? How many of us would get the confirmation from God that God has answered or listened to our prayer? നമ്മൾ പ്രാർത്ഥന പലപ്പോഴും വീരപ്പന്റെ വെടിയായി പോയിട്ടില്ലേ? And many times our prayers have just gone bypassed without having any meaning to ആരായി it. വീരപ്പൻ എന്നറിയാമോ മക്കളെ? Do you know who is? അവൻ ഒരു നാട്ടിൽ വനത്തിലെ ആനയുടെ കൊമ്പ് മാത്രം എടുക്കുന്ന ഒരുത്തനായിരുന്നു. We know a person who is Veerapan, and he was a terrorist. Praise God. അവൻ ചുമ്മാതെ വെടിവെക്കും, എവിടെയൊക്കെ പോയി കൊള്ളും. And he blindly shoots at people. അതുകൊണ്ട് ആരും അവൻ്റെ അടുത്ത് അടുക്കാനൊക്കത്തില്ലായിരുന്നു. Therefore, nobody was able to come near to him. പല വിശ്വാസികളുടെയും പ്രാർത്ഥന വീരപ്പന്റെ വെടിയായി പോകരുത്. And many people's prayer are going like the shooting of this terrorist, but we should not pray in that way. എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് ബോധിക്കണം. Our prayer should please our God. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. If somebody asks us to pray, we will pray. ഈ ഇടയ്ക്ക് അതുമില്ല. And nowadays that also is not there. ഇപ്പൊ കുഞ്ഞുങ്ങൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുക കംപ്ലീറ്റ്ലി. Now we have given the contracts to our children. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. Let me say one thing. ദൈവാലയത്തിലെ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം കുത്തിയിരുന്ന്. We should learn how to pray in the church. ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു അനുഗ്രഹമാ. അതിന് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് നിനക്ക് ലഭിച്ച ദൈവശക്തിക്ക് ചോർച്ച സംഭവിച്ചെന്നുള്ള തെളിവാ. മനസ്സിലാക്കിക്കോണം. If you are not able to pray in the church, we should know that there is somewhere a leakage in our prayer life. ഒരു കാലത്ത് ശബ്ദം കേൾക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിരുന്ന നാം ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ എവിടെയോ നമ്മുടെ വ്യാപരിക്കുന്ന ദൈവശക്തി ചോർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാം അറിയുന്നില്ല. If there was a time when pastor said to pray, even before he said we were ready to pray, and now we are not able to do, then we should know that there is a leakage which has happened in our prayer life. Praise God. അടുത്ത വാക്യം 11-ാം വാക്യം എന്താണെന്നറിയാമോ? ദൈവത്തിന് അങ്ങ് പ്രസാദം തോന്നിയിട്ട് 11-ാം വാക്യം എന്താ പറയുന്നറിയാമോ? In verse 11 it says, So God said to him, Yeah. Because you have requested this, and I did not ask for a long life or riches for yourself, See, കണ്ടോ? or the death of your enemies. നമ്മളാണെങ്കിലോ ഇത് മനസ്സിലായി പറഞ്ഞേ. നീ എന്നോട് സമ്പത്ത് ചോദിച്ചില്ല, ദീർഘായുസ് ചോദിച്ചില്ല, പിന്നെ നിനക്കൊരു വലിയ ടീമിനെ വേണമെന്ന് ചോദിച്ചില്ല, നീ എന്നോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഇത് പറയുമ്പോഴും നാം ഒരു കാര്യം ഓർത്തോണേ. ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നുന്നു ചോദിച്ചപ്പോഴത്തേക്കിന് എല്ലാം കിട്ടിക്കഴിഞ്ഞു. Hallelujah. We see that Solomon is not asking anything about himself, for his life, for his long life, but he asked the things to discern, and he asked the wisdom to discern what is right. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രസാദം തോന്നിയാൽ നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായിട്ട് തരും. And if God is pleased with our prayer, God would fill us and anoint us with the things which we have never പക്ഷേ imagined. നമുക്ക് കംപ്ലൈന്റ് ഉണ്ട്. പാസ്റ്റർ എന്തോ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ വിഷയമായി എന്നും പ്രാർത്ഥിക്കാറുള്ളത്. But sometimes we always say that, Pastor, I always pray for this topic. എന്നെ പ്രാർത്ഥിക്കാനൊന്നും പഠിപ്പിക്കണം, ഞാൻ ജനിച്ചപ്പോഴേ പ്രാർത്ഥിച്ചു പഠിച്ചവനാ. Don't teach me how to pray. I know how to pray. But the question, are God pleasing upon your prayer? ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചുവെന്നോ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? Is God pleased with our prayer? Are we getting a confirmation from our God that our prayers is reaching heaven? ഇല്ല എങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. Lord, give me confirmation you accept my prayer. If not, we have to pray in the presence of God that My God, words are enough to please you, God. Give me confirmation, Father God. hallelujah. Praise God. 12-ാം വാക്യം പറയുമ്പോൾ The verse 12 it says, നിന്റെ അപേക്ഷയൊക്കെ ഞാൻ അപ്രൂവൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു.
നമ്മുടെ പ്രാർത്ഥനയെ അപ്രൂവലാക്കുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. And in verse 12 it says that because you did not ask anything, and it says, behold, I do everything according to your word. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അഡീഷണൽ ആയിട്ട് നിനക്ക് ചിലതും കൂടെ ദൈവം തരാതെ, നീ ചോദിക്കാത്ത ഞാൻ തരാൻ And പോവുകയാണ്. verse 13, God is giving certain things which are addition on the prayers what Solomon നീ asked. പ്രതീക്ഷിക്കാത്തത് നിനക്ക് തരാൻ പോവുകയാണ്. I'm going to give you things which you never expected. പ്രൈസ് ഗാഡ്. ഒരുപക്ഷേ നാം നിരാശയിൽ പലതും പറഞ്ഞേക്കാം. And sometimes we would be saying things in our weariness പലതും ലഭിച്ചില്ലല്ലോ. that I have not got certain things. ഇനിയും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ കാര്യമില്ല എന്ന് നാം ചിന്തിച്ചേക്കാം. We would be thinking that there is no point of thinking about those things which I did not get. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം പറയുന്നു, നീ ദരിദ്രനാണ്, പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീ വെറും ദരിദ്രനല്ല. നീ പിന്നെ ആരാ? നീ ദരിദ്രന്, ദുഃഖിതന്, പിന്നെ ഒന്നുമില്ലാത്തവന്. ഈ 3 രീതിയിലുള്ള ദൈവമക്കളോടാണ് ദൈവം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ നിരാശ പറയുന്ന സമയത്തോ കർത്താവിന് പറയാനുള്ളത്, നീ ദുഃഖിതരെങ്കിലും പലരെയും ആശ്വസിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി പ്രാപിച്ചവനായിരിക്കണം. In 2 Corinthians chapter 6 we says about being poor. The word of God says that even if you are poor, even if you are weary, even if you have problems in your life, but still you would be encouraging others in Christ. നീ ദരിദ്രന്റെ അവസ്ഥയിലായിരിക്കാം. നിനക്കൊരു പക്ഷെങ്കിൽ പലരും നീ നോക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനെന്ന് തോന്നുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് നീ ദരിദ്രനാണെങ്കിലും നീ സമ്പന്നനാ. Amen. The word of God says that even if we are poor, we are rich in everything. നീ പലരെയും സമ്പന്നനാക്കാൻ പ്രാപ്തനാ. And we are significant enough, we are powerful enough to bring somebody in that state of happiness or in that state of ഒരുപക്ഷേ നീ contentment. ഒന്നുമില്ലാത്തവനെന്ന് തോന്നിയാലും നീ സകലത ഉള്ളവനെ പോലെ ഉള്ളവനായി തീരണം. Even if we think that we don't have anything, but still the word of God says that he is the one who fills us, and to be content. Praise God. Hallelujah. എല്ലാം കൈവശമുള്ളവരാണോ നമ്മൾ? കുറ്റവും പരാതിയും ഒക്കെയല്ലേ നമുക്ക് പറയാനുള്ളൂ? And we always have the things to complain and blame on others. അങ്ങനെയുണ്ടെങ്കിൽ ഈ വേദഭാഗം ഈ ബൈബിളിൽ നമ്മൾ വായിച്ച് മാറ്റിക്കളയണ്ടേ? If that's the case, we should not take this word, we should remove it. ഈ 3 ലിസ്റ്റിൽ പെടാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? And is there any person who is not coming in the same list? പക്ഷേ വചനം പറയുന്നു, The word says നിന്റെ വാക്ക് മറ്റുള്ളവനെ ബലപ്പെടുത്തണം. that your word should encourage others. നീ ഇല്ലാത്തവനെങ്കിലും നീ ഉള്ളവനെ പോലെ മറ്റുള്ളവനോട് സമൃദ്ധിയായി നീ ഇടപെടണം. And even if you don't have anything, you should be content and you should be happy and make others encouraged in the presence of God. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചതുപോലെ നമ്മൾ പലരെയും ഫീഡ് ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. And we are someone who help and encourage and feed others. ഞാൻ പറയട്ടെ, അതിഥി സൽക്കാരം മറക്കരുത് കേട്ടോ. And we should not forget the hospitality. അതിഥി സൽക്കാരം മറക്കരുത്. We should never forget about the hospitality. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ഇന്ന് പകൽക്കാലവും ദൈവാത്മാവെന്നെ ഓർപ്പിക്കുന്നു. As last time God reminded me, I'm going to remind you one more time. ഒരു വിധവയും കുഞ്ഞും പറഞ്ഞു, അല്പം മാവേ ഉള്ളൂ, ഇത് ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് തരാനില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇച്ചിരി ചോറ് വെച്ചിട്ടാ വന്നേക്കുന്നത്. The widow said that I have a small flour and I can only make one time food out of it. I don't have anything else. അത് ഇവരെ വിളിച്ച് കൊടുക്കാനുള്ള സമയം ഇപ്പോഴല്ല. It is not the time for me to give to somebody else. അത് ഓർക്കുമ്പോൾ ഓർത്താ മതി ആ വിധവയുടെയും കുഞ്ഞിന്റെയും കാര്യം. And if we think about in our lives in that way, then just think about the widow. നിന്റെ കലത്തിലെ മാവ് യേശം കുറയാതിരിക്കണമെങ്കിൽ, നിന്റെ എണ്ണയുടെ അളവ് കുറയാതിരിക്കണമെങ്കിൽ, try to feed your people. If you don't want the treasures of a family to be shortened, then try to feed others. Praise God. ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ അല്പം ഭാരം ശരീരത്തിൽ തോന്നിയാലും ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്താൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. To give one time food, if it is a pain in your family, pain in your financial situations, just think in that way that if we do that, our God is going to bless us. പലർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. And that is a specialty that many people don't have. Let me tell you today, I encourage you, let us have that kind of attitude.
Amen. Hallelujah. അങ്ങനത്തെ ഒരു സ്വഭാവം. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ ആ ആടിന്റെ വീട്ടിൽ ആഹാരം ഉള്ളവരാ, അല്ലാതെ പട്ടിണി അമേരിക്കയിലും കിടക്കാറില്ല. പട്ടിണി കിടക്കുന്നെങ്കിൽ ഫുഡ് സ്റ്റാമ്പ് കൊടുക്കാൻ ഗവൺമെന്റ് ഉണ്ട്. Amen. Hallelujah. If that person is not hungry or not starving, but still, we should be able to serve that person. പക്ഷെ നമുക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യണം. We have certain responsibilities which we should do. പ്രൈസ് ഗോഡ്. Praise God. ഹല്ലേലൂയ. Hallelujah. അടുത്ത രണ്ടാമത്തെ ശക്തിയിലേക്ക് കടക്കുന്നു, സാത്താന്റെ ശക്തി. The second power is the power of Satan. സാത്താന്റെ വ്യാപരിക്കുന്ന ശക്തി. The spreading power of Satan. ഫസ്റ്റ് തെസ്സലോനിക്കർ പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. തെസ്സലോനിക്കരോട് പറയുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ 2 വേഴ്സ് 18 is saying that ഞാൻ പല പ്രാവശ്യവും, അല്ല 3 പ്രാവശ്യം അല്ലേ? So we wanted to come to you, even I, Paul, time and again. But Satan hindered us. കണ്ടോ? And says that many times 1-2 പ്രാവശ്യം I tried to come. പക്ഷേ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടശക്തി അത് സമ്മതിച്ചില്ല. And Paul is saying that Paul wanted to come, but many times Satan hindered them because of the power. ഒരു കാര്യം ഇന്ന് പകൽക്കാലം ദൈവജനം മനസ്സിലാക്കണം. We should understand one thing. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതിരിക്കുന്നത് അത് സാത്താന്റെ ശക്തിയുടെ വ്യാപാരമാണെന്ന് നീ മറക്കരുത്. Even if we desire for certain things, but still that is not coming in our life, it is because of the power of Satan. നീ ഒരു നല്ലവനായി ജീവിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? You want to live a life according to God's way. നിനക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ടോ? You have a desire to pray loudly. നീ ഒരു സ്പിരിച്വൽ മോഡലായി ജീവിക്കണം താല്പര്യമുണ്ടോ? You want to become a spiritual model. പക്ഷേ നിന്നെ കൊണ്ട് സാധിപ്പിക്കാൻ ഒക്കാത്തത് വ്യാപരിക്കുന്ന ശക്തിയുടെ അണ്ടറിലാണ് നീ. But you are still under the power of Satan. അത് തിരിച്ചറിയാത്ത കാലത്തോളം നീ അതിന്റെ അടിമ തന്നെയാ. And if you are not able to understand that, you are still the slave unto that. 2 തീമോത്തിയോസ് 2:9 വായിക്കുമ്പോൾ In 2 Timothy 2:9. നശിച്ചു പോകുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നശിച്ചു പോകരിൽ വ്യാപരിക്കുന്ന ശക്തി. മനസ്സിലാക്കണേ, ആരും വായിക്കണമെന്നില്ല, ഞാൻ പറയാം. നശിച്ചു പോകുന്നവർക്ക് അല്ലെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് വേണ്ടി. It's പോയതും വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് ടെൻസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It is for the people who are getting perished. കുറെ എണ്ണമുണ്ട് നശിച്ചു പോയത്, Many are perished, പിന്നെ കുറെ എണ്ണമുണ്ട് നശിക്കാൻ വേണ്ടി പോകുന്നത്. and many are who are yet to be perished. വചനം പറയുന്നു അവനിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിയാണ്. The word of God says that there is power of Satan which resides in them. സാത്താന്റെ വ്യാപരിക്കുന്ന ശക്തിയാണ് അവനെ ലീഡ് ചെയ്യുന്നത്. And it's the power of Satan which leads them. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു വ്യാജമായ അടയാളങ്ങൾ കാണിക്കുന്ന ശക്തി. And the third one, the second one, it says that വ്യാജമായി അടയാളങ്ങൾ കാണിക്കുന്ന ശക്തി. it shows with deceiving power, and it shows the signs and wonders. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ദൈവപ്രവൃത്തിയാണോ ദുഷ്ടാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന്. And you'll not be able to identify that whether it's a work of God or the work of Satan. ഈ ദിവസങ്ങളിൽ എന്തോ കണ്ടാലും പറയും, ഓ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടില്ലേ എന്ന് ചോദിക്കും. And nowadays, anything what we see that people are saying. How you know that spirit from the devil or the God? നമുക്ക് ഇത് എങ്ങനെ അറിയാൻ പറ്റും ഇത് കർത്താവിൽ നിന്നാണോ അല്ലെ പിശാചിനാണോ എന്ന്? ജനം ഒത്തിരി തെറ്റിപ്പോകുന്നതിന് കാരണം അതാ. And many people are wandering because of that reason. വിവേചിക്കാനുള്ള ആത്മശക്തി നമ്മളിലില്ല. Because they don't have the power to discern. പിന്നെ കാണുന്നതിലെല്ലാം നാം അങ്ങ് സന്തോഷിക്കുക. And you'll be happy seeing everything. Praise God. Hallelujah. അപ്പൊ വ്യാജമായ അടയാളങ്ങൾ തരുന്ന ദുഷ്ടന്റെ ശക്തി. And with deceivement. അത് വ്യാപരിക്കുന്ന ശക്തി എന്നാ പറഞ്ഞത്. അത് ഇവിടെയും അവിടെയും ഇവിടെയും everywhere ആ സ്പ്രെഡിങ് സ്പിരിറ്റ് ഉണ്ട്, മറക്കരുത്. This power of this deceiving, it spreads from one person to other person. Praise God. അത് ദുരുപായങ്ങൾ നിരൂപിക്കുന്ന ദുഷ്ടശക്തി. ദുരുപായങ്ങൾ നിരൂപിക്കുന്ന ദുഷ്ടശക്തി. And this deceiving spirit which spreads on other people. നീതിയില്ലാത്തത് പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തി. And the power which shows no righteousness in people. 5 വഞ്ചനയുടെ ശക്തി. And the power which deceives. Praise God. വഞ്ചിക്കുന്ന സ്വഭാവം. And a behavior to cheat others. ആളിനെ ഒരിക്കലും നമുക്ക് ശരിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ?
And it's a situation where we cannot trust anyone. ഇവിടെ പറഞ്ഞ അവിടെ മുങ്ങുന്ന സ്വഭാവം. And if we say something to someone, we know that that word would go to somebody else. അപ്പോൾ നമ്മൾ ആളിനെ ഉടനെ മനസ്സിലാക്കണം, ഇവനിൽ വ്യാപരിക്കുന്നത് ദുഷ്ടാത്മാവിൻ്റെ വ്യാപരിക്കുന്ന ശക്തിയാണ്. And we should understand that there is a power of cheating or the power of Satan which resides in them. ഒരു കാര്യത്തിനും നീതിയില്ലാത്ത ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വിചാരിച്ചോണം ഇവനിൽ വ്യാപരിക്കുന്നത് വ്യാപരിച്ച് നടക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയാണെന്ന്. And if we see someone who don't have any righteousness in their lives, then we should understand there is a power of Satan which resides in them. Praise God. മൂന്നാമത്തേത് വ്യാജത്തിൻ്റെ വ്യാപരിക്കുന്ന ശക്തി. The third one is the power of deceive. വ്യാജം സംസാരിക്കുന്ന പ്രത്യേക സ്വഭാവമുള്ളവരുണ്ട്. And there are many people who speak lie. ചോദിച്ചാൽ പറയൂ, I was just kidding, I was joking. And many of them say that I was just kidding or joking. ഈ നല്ല കള്ളത്തരം പറഞ്ഞിട്ട് വ്യാജം പറഞ്ഞിട്ട് ഇത് നേരെ അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക, ആ പോക്കറ്റിലോട്ട് അതാ ചുമ്മാ കിഡിങ് ആൻഡ് ജോക്കിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. And after telling lie, they say that word to somebody else. Praise God. തെസ്സലോനിക്ക ലേഖനം 2 Thessalonians chapter 2 verse 12 എന്താ അവിടെ പറയുന്നറിയാമോ? നമ്മൾ എടുത്തതിന്റെ ഭാഗം തന്നെയാണ്. ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി അയക്കുന്നു. കണ്ടോ? Amen. We see എന്തോ അസുഖമാണെന്നറിയാമോ ഇപ്പൊ വായിച്ചേ? കണ്ടിട്ടില്ലാത്തതിനെ കണ്ടെന്ന് വിചാരിക്കുന്നതാ ടെലിവിഷൻ എന്ന് പറയുന്നത്. ടെലിവിഷൻ അല്ല കേട്ടോ, അസുഖത്തിന്റെ പേരാ. And we see that the delusion is a sickness which basically says that even if the things what we have not seen, but still we believe that we have seen. അങ്ങ് പറഞ്ഞുണ്ടാക്കുകയാ. And we are just making things out. ഇമാജിനേഷനാ. It's coming out from our imagination. എനിക്ക് ധാരാളം പേഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ളവര്. I have many patients who are like that. പക്ഷേ ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. വഴക്കാവും. I have to support them. ചിലർ നോക്കട്ടാ, see somebody is coming from there, see who is that ഇങ്ങനെ ചോദിക്കും. റൂഫിലോട്ട് കളിച്ചിട്ട് ആരുണ്ട് വരുന്നുണ്ട്, ആരാ അത് കണ്ടോ, നീ കണ്ടോ? ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് വിടും. കാരണം അവിടെ പിന്നെ പ്രശ്നമാവും. ഇങ്ങനെ ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് ചമച്ചു കെട്ടി മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ച് നടക്കുന്ന ഒരു പ്രത്യേക ശക്തി, അതെന്തോ ശക്തി എന്നറിയാമോ? വ്യാജം പ്രചരിപ്പിക്കുന്ന വ്യാപരിക്കുന്ന ശക്തി, വ്യാജത്തിന്റെ ആത്മാവ്. And there is a power of delusion which says on the things which doesn't exist. They make people to say that they exist and believe in that. നോക്കിയാ പ്രശ്നം. If we see that, പറഞ്ഞാ പ്രശ്നം. if we tell that it's a problem. കൊടുത്താ പ്രശ്നം. If we can, it's a problem. കൊടുത്തില്ല പ്രശ്നം. If you don't give, it's a problem. എന്താ കാര്യം എന്നറിയാമോ? Now what is the problem in that? വ്യാജത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി ഇതിന്റെ മേലുണ്ട്. Because it's a strong delusion which is in those people. Praise God. Hallelujah. 11ാം വാക്ക് അവിടെ പറയുന്നത് എന്തറിയാമോ? What it says in verse 11. അവരാരാന്ന് അവർക്ക് പ്രത്യേകത എന്തറിയാമോ? അവർ സത്യത്തെ വിശ്വസിക്കില്ല. And in verse 12 it says that they do not believe in truth. അനീതിയിൽ രസിക്കുന്ന സ്വഭാവം. And they have pleasure in unrighteousness. എന്താ മനസ്സിലായി? ഈ വ്യാജാത്മാവ് വ്യാപരിക്കുന്ന ഇല്ലാത്തതിനെ ചുമ്മാതെ ചമച്ചു കെട്ടി ഉണ്ടാക്കി തോന്നൽ കൊണ്ട് എനിക്ക് പുള്ളിയെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പുള്ളി നമ്മൾ പോയപ്പം പറഞ്ഞത് അവർ തമ്മിൽ പറഞ്ഞ വർത്തമാനം ഒരു വശം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. And the people who are with this delusion, they will not believe anything which is true. അപ്പോൾ ഈ ആത്മാവുള്ളവൻ പറയും, എനിക്ക് തോന്നുന്നു ബ്രദറിനെ കുറിച്ച് അവർ ഞാൻ ചെന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. In that case, they will think that somebody who is talking about someone or some topic, they would think that they are talking about them. ബാക്കി നമ്മൾ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും കൂടി ചിന്തിച്ചെടുത്താൽ മതി. Remaining we can just calculate ഒത്തിരി with our എക്സ്പീരിയൻസ് knowledge. കൊണ്ടുണ്ടായല്ലോ. We have some kind of testimony about this. We all have gone through this. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ മുൻപാകെ ഇതൊക്കെ സമർപ്പിച്ചിട്ടേ പോകാവൂ. And let us just submit ourselves in the Spirit of God in this morning. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന, സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമില്ലാതെ നാട്ടുകാരും പുതിയ തിയോളജിയും പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് നിന്റെ കണ്ണിന് രസമുള്ള രീതിയിൽ
നിൻ്റെ മനസ്സിനെ സുഖിപ്പിക്കുന്നത് പോലെ നിന്നെ ചിരിപ്പിച്ച് നടക്കുന്നതിൽ നീ ആകുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടാത്മാവിൻ്റെ ശക്തിയാത്. And if we are not believing in the truth and having the pleasure in the unrighteousness, then we should remember that it is the power of Satan which resides in us. ഒന്ന് ദൈവിക വാഗ്ദത്തത്തെ പരീക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണിത്. ദൈവിക വാഗ്ദത്തത്തെ പരീക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദുഷ്ടശക്തിയാണിത്. And it's the power which speaks against the word of God or the promises of God. രണ്ട്, നല്ല വിത്ത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു ദുഷ്ടശക്തിയാണ് And it is the- വ്യാജത്തിന്റെ ശക്തി. It is the power which takes out the good seed which God placed in our life. Praise God. മൂന്ന്, കള വിതയ്ക്കുന്ന ഒരു ശക്തിയാണിത്. And it's the power എന്ന് which, പറഞ്ഞാൽ സംശയങ്ങൾ ഇട്ടു തരിക. it's a power which brings doubts in the heart of people. ഇതൊക്കെ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. It's all written in Matthew. 4, മനുഷ്യനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന വ്യാജത്തിന്റെ ശക്തി. And the fourth one is the power which makes people sin. തെറ്റാന്ന് അറിഞ്ഞിരിക്കെ തെറ്റല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന വ്യാപരിക്കുന്ന വ്യാജത്തിന്റെ ശക്തി. And the delusion which teaches a person that whatever you are doing is not wrong, and teaching them that this is the truth. ഭോഷ്ക് സംസാരിക്കുന്ന വ്യാജത്തിന്റെ ശക്തി. And a delusion which makes people speak false. നമുക്കറിയാം ഒരു അച്ചായനെ ഒരു ആൻറ്റിയും അല്ലേ, ഈ സഭയിലല്ല കേട്ടോ, വേദപുസ്തകത്തില, അനന്യാസും സഫീറയും. ഈ അച്ചാനെ അമ്മയുടെ മക്കളെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഒരു പക്ഷേ അവർക്ക് മക്കളില്ലാകാം, എനിക്കറിയില്ല, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ല. പക്ഷേ വചനം വായിക്കുമ്പോൾ ചില സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റു കഴിഞ്ഞത് നല്ല ഹൃദയത്തോടാണ് ചെയ്തത്. ഗോ ഹെഡ്. And we know about Ananias and Sapphira in Bible. Bible doesn't talk about the children, but it talks that whatever they had a lot of property. Whatever they had, they sold, and they had a good heart to give it to God. അവരിത് വിറ്റപ്പം ഇരുമനസ്സോടല്ല വിറ്റത്, നല്ല ഹൃദയത്തോടെ അവരുടെ സ്വത്തുകളെല്ലാം. And when they sold their property, they did not have two minds. Both of them had one mind, and they wanted to give it to Lord. ശിഷ്ടമുള്ള ആയുസ് മുഴുവനും ഒരുമിച്ച് ദൈവമക്കളുമായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. And they did this thinking about that they want to spend the rest of their life with the people of പക്ഷേ God. പലപ്പോഴും നമ്മുടെ ഡിസയറിനെ ഓവർകം ചെയ്യുന്ന വ്യാജത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരിൽ വ്യാപരിപ്പാനിടയായി. But there was a power of delusion which was able to capture their minds at that moment. Praise God. അത് നമുക്ക് കാണാം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലാണ് അവിടെയുള്ളത്. Praise God. 5 വായിക്കേണ്ട 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ആ ചരിത്രം In Acts രേഖപ്പെടുത്തുന്നത്. chapter 5 verse 1 to 10 we can read that. എല്ലാത്തിനും താല്പര്യമുണ്ട്. ചിലരുണ്ട് ദൈവസന്നിധിയിൽ അങ്ങ് ഭയങ്കര തീരുമാനം എടുക്കും, എനിക്ക് ആദ്യത്തെ ജോലി കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളം മുഴുവൻ പാസ്റ്റർക്ക്. And some people take a great decisions that, അവന് ചിലപ്പോൾ 9 പിള്ളേരുണ്ടാകും, അവൻ അതിനെല്ലാം മറന്നിട്ടായി പറയുന്നത് ആദ്യത്തെ ശമ്പളം പാസ്റ്റർക്ക്. and they say that that they are ready to give the first salary to കാരണം എന്നെ pastor പ്രാർത്ഥിച്ചത് പാസ്റ്റർ. because pastor prayed for me. അല്ലെങ്കിൽ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയിൽ ഞാൻ ദശാംശം പോയിട്ട് ഇച്ചിരൂടെ എന്നെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാൻ തീരുമാനിക്കും. Otherwise they decide that they are going to give more tithe in the presence of God. അത് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ച് ആരെങ്കിലും ഈ ദൈവസഭകളുണ്ടോ? ഇല്ല. ഞാൻ ദശാംശം ഒന്നും കൊടുക്കത്തില്ല, ഒരു പൈസ ഞാൻ പാസ് കൊടുക്കത്തില്ല, എനിക്ക് കിട്ടുന്നത് എനിക്കും എൻ്റെ പിള്ളേർക്കും, ഇങ്ങനെ പറഞ്ഞ ദൈവമക്കൾ ഇന്ന് എങ്ങോണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടുന്നതിലുപരി ഞാൻ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കും. Everybody say that I will give to the Lord whatever God gives to me. പക്ഷേ റിസൾട്ട് എന്തോ അറിയാമോ? ഒന്നുമില്ല. But there is no outcome of that. എന്താണെന്നറിയാമോ? പിന്നെ ദശാംശം ഇങ്ങനെ ഈ കുരങ്ങ് പിന്നെ അപ്പം പതുത്തെടുത്ത പോലെ. കാരണം മുറിച്ചു കഴിയുമ്പോൾ നോക്കുമ്പോൾ ചില വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് കൂടുതലായി, പിന്നെ ഇത് കടിച്ച് പുള്ളിയുടെ വയറ്റിലായി മുഴുവനും. As we know about the story of the monkey and cat, when we break when the cat breaks the bread, it always seemed uneven, and finally the cat will take it over. Praise God. അങ്ങനെ കുരങ്ങിൻ്റെ അപ്പം മുറി പോലായോ പലരുടെയും ദൈവസന്നിധിയിലുള്ള ഓഫറിങ്.
And sometimes these offerings become like this monkey where we do not know whether it is even or uneven. ഇച്ചിരിയും പൈസ കിട്ടുമ്പം ബില്ലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കൊച്ചിന് അത് ഇത് എല്ലാം നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ ദൈവത്തിന് എന്തിനാ ഈ പൈസ? And when we calculate everything, there are so many things which we can calculate about our daily expenses. അപ്പോൾ എടുത്ത പ്രോമിസ് അങ്ങ് മാറ്റി ചെറുതായിട്ട്. Then we finally take that promise. കാരണം എന്തറിയാമോ, ഇത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ ഈ കാര്യം നടക്കില്ല. Because even if we give the complete thing what we get, but our things will not happen. സഭയിൽ ദശാംശം വ്യക്തമായി കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യത്തിൽ പിന്നെ അത് പറ്റില്ല. കാരണം അത് കൊടുത്താൽ ഇത് നടക്കില്ല. If we give tithe to church, then we will not be able to do certain of our personal things. ഈ അങ്കിളിനും ആന്റിക്കും ഇതാ പറ്റിയ പ്രശ്നം. And that is the exact thing what happened to Ananias and Sapphira. വിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പ്ലാനോടുകൂടിയാ വിറ്റത്. When they sold their property, they had a very good mind. വിറ്റ് കച്ചവടം ലാസ്റ്റ് ആധാരമെല്ലാം എഴുതി എഗ്രിമെന്റ് എഴുതി കൊടുത്ത് പൈസയെല്ലാം വാങ്ങിച്ചപ്പോൾ വ്യാജത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി അവനിൽ കടന്നിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത്രയും കൊടുത്താൽ മതി. കാരണം ഒരു സേഫ് സൈഡ് നമുക്കുണ്ടായിരിക്കണം. ഇഫ് ദേ ഇൻ കേസ് ദേ കിക്ക് us out, they kick me out, നമ്മളെ അവർ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ there is nobody to take care about us. And they had a very good heart of doing things for God, but there was a strong power of delusion which came to them after they calculated whatever they have got. ഈ കൂടുതൽ കാൽക്കുലേഷൻ കൊണ്ടുവന്നത് വ്യാപരിക്കുന്ന വ്യാജത്തിന്റെ ശക്തിയാണെന്ന് ദൈവജനം മറക്കരുത്. And it's a power of delusion which Satan brings in our mind when we try to calculate a lot of things in our life. വചനം പറയുന്നു, നീ ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും നീ കൊടുക്കണം. And God says that you have to give whatever is of God's to God, and the things what is for Caesar, you have to give it to നീ Caesar. പത്രോസിന്റെ പാദപീഠത്തിൽ വെക്കുവാനുള്ളത് നീ അതുപോലെ കൊണ്ടുവയ്ക്കണം. കാരണം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ദൈവത്തെയോ നീ സേവിക്കാൻ ഇറങ്ങുന്നത്. And whatever you have decided to give it to God, you have to bring it in the same way in the presence of God, because we serve a God who you fed the 5,000 hallelujah people. Praise God. Amen. അവസാനം അച്ചായൻ ചെന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ ആത്മാവുള്ളവൻ, എന്നാൽ ഇക്കാലങ്ങളിൽ ആത്മാവുള്ളവൻ ഒന്നും പറയില്ല. കാരണം ചോദിച്ചിട്ട് കാര്യമില്ല, പിന്നെ സഭ വിട്ടു പോയാലോ എന്ന് വിചാരിച്ചു. Yeah, and പക്ഷെങ്കിൽ പത്രോസിന് സഭ വിട്ടാലും നോ പ്രോബ്ലം. നിന്നെ വിളിച്ചിട്ടല്ലോ വന്നത്, നീ സ്വയമേ ദൈവസേന തീരുമാനിച്ചു വന്നല്ലേ. അതുകൊണ്ട് തൻ്റെ ഇടമായിട്ട് പത്രോസ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. കാരണം അവൻ ആത്മാവിൽ കണ്ടു ഇത്രയുമല്ല. സ്തോത്രം. When Ananias finally went to Peter, Peter saw in the spirit and asked him, is it what you have? And Peter knew it very well in the mind, in the spirit, that it was not. ഇത്രയൊക്കെ ഉള്ളൂ. Yeah. ഒരു ചിരി ഒന്ന് പാസ്സായി പറഞ്ഞേ, ഇത്രയൊക്കെ ഉള്ളൂ. 5-ാം വാക്യത്തിൽ പുള്ളി മരിച്ചുപോയി. In verse 5 we see that they died. ചില വാക്കുകൾ മതി നിന്നെ മരണത്തിലേക്ക് എത്തിക്കും കേട്ടോ. And sometimes few words can bring us to death. നിന്റെ ഒരൊറ്റ വാക്ക് മതി നിന്നെ ആത്മീയ മരണത്തിലേക്ക് നിന്നെ നടത്തിക്കളയും. And sometimes one word can bring us to the spiritual death. കാരണം എന്തറിയാമോ, വ്യാപരിക്കുന്ന വ്യാജത്തിന്റെ ശക്തി നിന്നിലുണ്ട്, വ്യാപരിച്ചു പോയി. It is because of the power of strong delusion. കൊല്ലത്ത് പോകുമ്പോൾ തിരുവനന്തപുരത്ത് പോകാന്ന് കയറി പറയരുത്, ഒന്നും മിണ്ടണ്ട, അത്രയേ ഉള്ളൂ കാര്യം. Don't say while you're traveling to Koilon, don't say you're going to Trivandrum, don't say if you're going to New York, don't say I'm going to Harrisburg. If you don't want to share, don't share it, but don't lie. വ്യാജത്തിന്റെ വ്യാപരിക്കുന്ന ശക്തി അത് മാറ്റണം ദൈവസഭ, ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ജനം. We should never tell lie or false things to anyone. Praise God. Hallelujah. 10-ാം വാക്യത്തിൽ വരുമ്പോൾ ആന്റി മരിച്ചു. In verse 10 we see that Sapphira also died. ആന്റിയും മരിച്ചു. എന്താണെന്നറിയാമോ, വാക്കുകളിൽ കൊടുത്തതിൻ്റെ വലപ്പ് വ്യത്യാസമല്ല അവിടെ പ്രശ്നം. നിന്റെ ഡിസയർ നീ ഫെയിലിയർ ആയിപ്പോയി. നീ എടുത്ത തീരുമാനത്തിൽ നീ തോറ്റുപോയത് വ്യാജത്തിന്റെ ശക്തി നിന്റെ മേൽ ഓവർകം ചെയ്തത് കൊണ്ടാണ്. It is not because of the things what they gave in the presence of God. It is because of the delusion which corrupted their mind had caused their death. ഒരു ഉദാഹരണം പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. I'm going to tell one more example and then I'll finish. ശലോമോന്റെ മുന്നിൽ ആദ്യമേ എക്സാം ചെയ്യാൻ വേണ്ടി വന്ന 2 സ്ത്രീകളുണ്ടായിരുന്നു. And there were 2 ladies who came and examined Solomon. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. And they had 2 children. രാത്രിയിൽ ഏതോ സമയത്ത് ഒരു കുഞ്ഞ് ഒരാളുടേത് മരിച്ചുപോയി. And one of the child died in the night. അപ്പോൾ അടുത്ത സഹോദരി സ്മാർട്ട് ആയവളായതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിൻ്റെ അകത്ത് നടത്തി. And because the second lady who was little smart, she did some adjustment in that. കാരണം കൊച്ചു കുഞ്ഞല്ലേ ഉണ്ടായാൽ അത്തരം ആർക്കും പെട്ടെന്ന് അങ്ങനെ
മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഐസക്കിനെ പോലുള്ളൊക്കെ ആയിരിക്കണം. പ്രൈസ് ഗാഡ്. Yeah, it's because he's a small child. ഐസക്കിനെ കണ്ടാലേ അറിയാം ജെയ്സൺ എവിടെ പോയെന്ന് നോക്കണ്ട. Say that again. My mistake. Praise God. ജസ്റ്റിനെ എവിടെ പോയെന്ന് പിന്നെ നോക്കണ്ട. പ്രൈസ് ഗാഡ്. കാരണം അവൻ ഉണ്ടായപ്പോൾ തന്നെ ഏതാണ്ട് ജസ്റ്റിനെ പോലെ തന്നെയാണ്. എന്നാൽ ഈ ഒരു വിഷയം വന്നപ്പോൾ അങ്ങനെയല്ല. കൊച്ചുങ്ങളല്ലേ, രണ്ടിനെയും കണ്ട് ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഈ സഹോദരിമാർ രണ്ടും കൂടെ. Yeah, so these two ladies, they did some adjustment within themselves. എന്നിട്ട് പറഞ്ഞു, ഇവള് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. ഈ സ്വന്തം മരിച്ച കുഞ്ഞിൻ്റെ മദർ പറയുകയാണ്, എൻ്റെ ജീവനുള്ള കുഞ്ഞിനെ ഇവളെടുത്തു വന്ന്. And the mother who had her child passed away, she is telling that she is blaming the other lady that she took my child. രാജാവിൻ്റെ അടുത്ത് വിഷയം ചെന്നു. And this topic came to the king. അപ്പോൾ ഈ സ്ത്രീകളിൽ വ്യാപരിച്ച ശക്തിയുടെ പേരെന്തോന്നറിയാമോ? You know what is the power which resides in them? വ്യാജത്തിൻ്റെ ശക്തി. The power of delusion. നീ പറയാൻ പറ്റാത്തത്, നീ സപ്പോർട്ട് ചെയ്യാത്തതിന് വേണ്ടി നീ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനെ പറയുന്നത് വ്യാജത്തിൻ്റെ ശക്തി. And it's a power which will not allow you to tell the truth. Praise God. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം തീരുമാനമെടുക്കട്ടെ. So let us take decision in the presence of God. ദൈവസന്നിധിയിൽ ദൈവമേ, എനിക്ക് നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി മാത്രം മതി. God, I want the power which comes from you alone. പ്രിയരെ, ഒരു കാര്യം ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കണം. We should understand one thing in a Christian life. വ്യാജത്തിന്റെ വ്യാപരിക്കുന്ന ശക്തിക്ക് നീയോ നിന്റെ കുടുംബമോ ഇടപെടരുത്. We should not give space to the power of delusion. നിന്റെ നന്മയെ തടയുന്ന ദുഷ്ടന്റെ വ്യാപരിക്കുന്ന ശക്തിക്ക് നീയും നിന്റെ കുടുംബവും സഭയും ഇടപെടരുത്. The things which are the blocker for our blessings, we should be away from those power. Praise God. Hallelujah. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നിട്ട് കൺക്ലൂഡ് ചെയ്യട്ടെ. So let's come back to the same word. നനച്ചതിലും ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും അത്യന്തപരമായി പോറ്റുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. And our God is a God who fills us exceedingly abundantly in the things what we ask for. Praise God. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God bless you all with His word.